നമ്മുടെ വക്കീലിനെ സമ്മതിക്കണം. കോടതി മുറി കിടുകിട വിറപ്പിച്ചില്ലേ? അവരുടെ ആ വക്കീല് കൊണ്ടുവന്ന എല്ലാ തെളിവുകളും ഒടിച്ചു മടക്കി കൈ കൊടുത്തില്ലേ? നീ പറഞ്ഞു ശരിയാ. കോടതി മുറിക്കുള്ളിൽ നിന്ന് അവന്തിക കണ്ണു തള്ളിപ്പോയി. വക്കീലിന്റെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ആരതി വക്കീലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പറയാനുള്ളതൊക്കെ നേരിട്ടാനങ്ങ് പറഞ്ഞോ. ദേ വക്കീല്. എന്നാ ശരി. വക്കീല് ഹാപ്പിയാ. എന്താണ്? ഞങ്ങളെ വക്കീലിന് ഇന്നത്തെ വാദത്തെക്കുറിച്ച് പറയുമായിരുന്നു. എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി വക്കീലെ. കേസ് നമ്മൾ തന്നെ ജയിക്കും. ആ അവന്തിക കോടതി മുറി ബോധം കെട്ട് വീഴാഞ്ഞത് ഭാഗ്യം. അതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല. അവര് കൊണ്ടുവന്ന തെളിവുകളുടെ എല്ലാം മുനെ ഒടിക്കാനുള്ള രേഖകളെല്ലാം നമുക്ക് അയച്ചു തന്ന ആ അജ്ഞാതനായ ആളിനോടാ. ആ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടാ കോടതിയിൽ അവരുടെ വക്കീലിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കാൻ സാധിച്ചത്. തെളിവുകൾ കൈ കിട്ടിയ മാത്രം പോരല്ലോ, സമയത്ത് അത് കോടതി മുറിയിൽ പ്രസന്റ് ചെയ്ത് കേസ് നമുക്ക് അനുകൂലമാക്കാനുള്ള മിടുക്കൂടെ വേണ്ടേ? അതിന് വക്കീലിനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. ഇങ്ങനെ പുകഴ്ത്തല്ലേ സച്ചി, ഞാനങ്ങ് പൊങ്ങി പോവും. ഇപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വക്കീലെ. പഴയതുപോലെ നെല്ലിശ്ശേരിയിലെ ബിസിനസ്സും പേരും പ്രതാപവും എല്ലാം തിരിച്ചു വരും. അതിനെന്താ സംശയം? അതെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. സച്ചി ധൈര്യമായിട്ടിരിക്കെ. ഇനി സന്ദീപിനെ അവന്തിക ഹാജരാക്കോ? അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം അവര് സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കുമായിരുന്നു. അപ്പോ കേസ് നമ്മൾ ജയിക്കുമല്ലേ? എന്താ സംശയം? സച്ചി ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നേ. ആ അല്ല വക്കീലെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഏത് പുതിയ സാക്ഷിയെ ഹാജരാക്കുന്ന കാര്യാ വക്കീല് കോടതിയിൽ പറഞ്ഞത്? അങ്ങനൊരു സാക്ഷിയുടെ കാര്യം വക്കീല് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാ. കാരണം അത് ഞാൻ അവന്തികയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പ് വക്കീലിന് അതിനുള്ള ആരോഗ്യമൊക്കെ വേണ്ടേ? നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ? ആ അത് ശരിയാ. വക്കീല് വാദിച്ച് നല്ലതുപോലെ ക്ഷീണിച്ചു. വക്കീലിന്റെ ആരോഗ്യം ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പിന്നെ കൊള്ളാം, നല്ല ഉത്തരവാദിത്വം തന്നെ. വാ, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ആ വക്കീലെ, എന്നാലും ആ സാക്ഷി ആരാണെന്ന് ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. അത് സസ്പെൻസ്. കോടതി മുറിയിൽ വരുമ്പോ കണ്ടാ മതി. ശരി, വാ.